വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയായി ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാൽ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 40-ാമത് വാക്യം, സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ എന്നുള്ള വചനമാണ്. വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ സഭയ്ക്കുള്ളിൽ നടക്കുന്ന ആത്മീക ആരാധന സംബന്ധിച്ചുള്ള ഓരോ കാര്യങ്ങളും, അത് പ്രാർത്ഥനയായാലും അത് പ്രസംഗമായാലും അത് പ്രവചനമായാലും അത് അന്യഭാഷ ശുശ്രൂഷയായാലും ആ നടക്കുന്നതെല്ലാം ക്രമമായും ചന്തമായും ഉചിതമായും നടക്കുന്നു എങ്കിൽ മാത്രമേ ദൈവം അത് അംഗീകരിക്കുകയുള്ളൂ എന്നുള്ളതായ പ്രസ്താവനയാണ്. വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് ക്രമമായി ചെയ്യേണ്ടതായ കാര്യങ്ങൾക്ക് വിഘ്നം സംഭവിക്കപ്പെട്ടതുകൊണ്ട് സംഭവിക്കപ്പെട്ടതായ ദോഷഫലങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 9 മുതലുള്ളതായ വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യഹോവയായ ദൈവം അബ്രഹാമിനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുംപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇതൊക്കെയും അവൻ കൊണ്ടുവന്നു, ഒത്ത നടുവേ പിളർന്നു, ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ചു, പക്ഷികളെയോ അവൻ പിളർന്നില്ല. അബ്രഹാമിനോട് യഹോവയായ ദൈവം പറഞ്ഞത്, ഉടമ്പടിയുടെ യാഗത്തിനു വേണ്ടി നീ വരുമ്പോൾ നീ യാഗമൃഗത്തെ കൊണ്ടുവരികയും ഒത്ത നെടുകെ പിളർന്ന് നേർക്ക് നേരെ വയ്ക്കുകയും ചെയ്യണം എന്നാണ്. എന്നാൽ അബ്രഹാം എന്താണ് ചെയ്തത്? അവിടെ പറയുന്നത്, പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലികളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതപസ്സും അവൻ്റെ മേൽ വീണു. ക്രമം തെറ്റിച്ചപ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര പ്രാപിക്കേണ്ടി വരികയും നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷം അടിമയായി പോകേണ്ടി വരുമെന്ന് ഓർപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കഴിക്കുന്നതെല്ലാം ക്രമമായും ഉചിതമായും ചെയ്യേണ്ടതുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ തലത്തിൽ ചെയ്യുവാൻ ഉത്സാഹിക്കണം എന്നുള്ള പദമാണ് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ചെയ്യുന്നതായ ഏത് ആത്മീക വിഷയങ്ങളും അതിൻ്റേതാകുന്ന ക്രമത്തിലും അതിൻ്റേതാകുന്ന നിയമത്തിലും ചെയ്തെടുക്കുവാൻ നമുക്ക് ഉത്സാഹിക്കുന്നവരായി തീരാം. ആ തലത്തിൽ അത് ദൈവാനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥനയോടെ അത് ചെയ്യുവാൻ ഉത്സാഹിക്കാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. സ്നേഹമുള്ള ദൈവമേ, ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്തു എന്നല്ല,
എങ്ങനെയൊക്കെയോ ചെയ്തു എന്നല്ല, ദൈവസന്നിധിയിൽ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും അതിൻ്റെ തലത്തിൽ ഉചിതമായും ക്രമമായും ചന്തമായും ചെയ്തെടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവവചന ചിന്ത കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.